നമസ്കാരം. 2025 മെയ് മാസം 1-ാം തീയതി തൊട്ട് റെയിൽവേയിൽ വലിയ ഒരു മാറ്റം വരികയാണ്. ഇതുവരേക്ക് നമ്മൾക്ക് റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് എടുത്തിട്ടുള്ള പേപ്പർ ടിക്കറ്റുകളിൽ, റെയിൽവേ റിസർവേഷൻ ടിക്കറ്റുകളിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ആണെങ്കിൽ കൂടി നമുക്ക് യാത്ര ചെയ്യുന്നതിനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. എന്നാൽ ഈ 2025 മെയ് 1 തൊട്ട് വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾക്ക്, ഒരു തരത്തിലുള്ള വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾക്കും ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കില്ല. അതായത് മുൻപ് നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകളാണെങ്കിലും വണ്ടിയിൽ കയറി TTR കണ്ട് ഏതെങ്കിലുമൊക്കെ സീറ്റുകൾ സംഘടിപ്പിച്ച് യാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ കൺഫേം ടിക്കറ്റിന്റെ ഒപ്പം യാത്ര ചെയ്യുകയൊക്കെ ചെയ്യുന്ന പതിവുകളുണ്ടായിരുന്നു. എന്നാൽ ഇനി മുതൽ അത് നടക്കില്ല എന്ന് സാരം. അതായത് ഇതുവരേക്ക് നമ്മൾ ഓൺലൈനിൽ എടുക്കുന്ന ടിക്കറ്റുകൾ ചാർട്ട് ആകുന്ന സമയത്ത് കൺഫേം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ടിക്കറ്റ് ഓട്ടോമാറ്റിക്കലായിട്ട് ക്യാൻസൽ ആവുകയും യാത്ര ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതേ കാര്യം തന്നെ ഇനി മുതൽ റെയിൽവേ സ്റ്റേഷനിൽ എടുക്കുന്ന ടിക്കറ്റുകൾക്ക് കൂടി ബാധകമാണ്. അപ്പൊ അത് കാരണം കൊണ്ട് ഇനി കൺഫേം ടിക്കറ്റ് ആളുകൾക്ക് മാത്രമേ ട്രെയിനിൽ കയറാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് വരികയാണ്. ഇങ്ങനെ വരുമ്പോൾ എന്തൊക്കെയാണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നാണ് ഇന്ന് നമ്മൾ പറയുന്നത്. സാധാരണ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ടിക്കറ്റ് റിസർവേഷൻ കൗണ്ടറിൽ പോയിട്ട് എടുത്തു കഴിഞ്ഞാൽ പേപ്പറിൽ നമുക്ക് ടിക്കറ്റ് പ്രിന്റ് ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ ആ ടിക്കറ്റ് വെച്ച് നമുക്ക് യാത്ര ചെയ്യാമായിരുന്നു. അത് വെയിറ്റിംഗ് ലിസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിലും കൺഫേം ആയാലും ഇല്ലെങ്കിലും നമുക്ക് ട്രെയിനിൽ കയറുന്നതിനുള്ള അനുവാദം ഉണ്ടായിരുന്നു. എന്നാൽ മെയ് മാസം 1-ാം തീയതി തൊട്ട് ടിക്കറ്റ് കൺഫേം ആണെങ്കിൽ മാത്രമേ ട്രെയിനിൽ കയറാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത ടിക്കറ്റുകളെല്ലാം ക്യാൻസൽഡ് ടിക്കറ്റ് ആയിട്ട് അല്ലെങ്കിൽ ടിക്കറ്റ് ഇല്ലാത്ത പാസഞ്ചറായിട്ട് കണക്കാക്കുകയും അവർ ജനറൽ ക്ലാസ്സിൽ യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. എന്ത് കാരണം കൊണ്ടാണ് റെയിൽവേ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് എന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഇവിടെ നാട്ടിലുള്ള അതിഥി തൊഴിലാളികൾ അതുപോലെ തന്നെ ചില ആളുകളൊക്കെ ഒരു ടിക്കറ്റ് കൺഫേം ടിക്കറ്റും ബാക്കിയുള്ള ടിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റും കൊണ്ട് ട്രെയിനിൽ കയറിയും ഒരു കൺഫേം ടിക്കറ്റ് ഉള്ള ആളുടെ ആ സീറ്റിൽ ബാക്കി ഈ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ടിക്കറ്റുള്ള ആളുകളൊക്കെ കൂടി അക്കോമഡേറ്റ് ചെയ്ത് നേരത്തെ കൺഫേം ടിക്കറ്റ് എടുത്തിട്ടുള്ള ആളുകളുടെ യാത്ര കൂടി തടസ്സപ്പെടുന്ന രീതിയിലുള്ള അവസ്ഥകൾ ഉണ്ടാവുകയും പലപ്പോഴും ആളുകൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന അവസ്ഥകളുണ്ട്. അതുപോലെ തന്നെ സാധാരണ 84 ആളുകൾക്ക് യാത്ര ചെയ്യാവുന്ന ഒരു ബോഗിയിൽ അല്ലെങ്കിൽ ഒരു ട്രെയിനിന്റെ ബോഗിയിൽ 100-120 ആളുകൾ വരെ അക്കോമഡേറ്റ് ചെയ്യുന്ന അവസ്ഥകളും ട്രെയിനിലുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഒരു അറുതി ഉണ്ടാക്കുന്നതിനും നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ള യാത്രക്കാർക്ക് സുഗമമായിട്ടുള്ള യാത്ര ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയിട്ടാണ് റെയിൽവേ ഈ പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. അത് കാരണം കൊണ്ട് ഇനി നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് എടുത്താലും അതേപോലെ തന്നെ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്താലും രണ്ട് ടിക്കറ്റിനെയും ഒരേ രൂപത്തിലായിരിക്കും റെയിൽവേ കൺസിഡർ ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കൺഫേം ആയില്ലെങ്കിൽ നിങ്ങൾ തന്നെ ആ ടിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിൽ പോയി ക്യാൻസൽ ചെയ്യേണ്ട ഒരു അധിക ബാധ്യത കൂടി നമുക്കുണ്ടാവും. അപ്പോൾ ഇനി ഓൺലൈൻ ടിക്കറ്റുകൾക്ക് കൂടുതൽ പ്രാമുഖ്യം വരുന്ന ഒരു സമയം കൂടിയാണ് ഇനി വരുന്നത്. കാരണം ഓൺലൈൻ ടിക്കറ്റുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടിക്കറ്റ് കൺഫേം ആയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആകുന്ന അവസ്ഥയുണ്ട്. എന്നാൽ ഓഫ്ലൈനിൽ അല്ലെങ്കിൽ നമ്മൾ കൗണ്ടറിൽ നിന്ന് എടുത്ത ടിക്കറ്റുകളാണെന്ന് വെച്ചാൽ അങ്ങനെ ക്യാൻസൽ ആവില്ല. നമ്മൾ സ്റ്റേഷനിൽ പോയി കൗണ്ടറിൽ കൊടുത്ത് ക്യാൻസൽ ചെയ്യിക്കേണ്ടി വരും. നമുക്ക് കൺഫേം ആവാത്ത ടിക്കറ്റിൽ യാത്ര ചെയ്യാനും സാധിക്കില്ല. അഥവാ നിങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായി ട്രെയിനിൽ കയറിയാൽ കനത്ത ഫൈൻ കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ ജനറൽ ക്ലാസ്സിലേക്ക് നിങ്ങൾ മാറേണ്ടി വരും. ഈ രണ്ട് അവസ്ഥകളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് 2025 മെയ് 1-ന് ശേഷം യാത്ര ചെയ്യുന്ന എല്ലാവരും നിങ്ങളുടെ ടിക്കറ്റ് കൺഫേം ആണ് എന്ന് ട്രെയിനിൽ കയറുന്നതിന് മുമ്പ് ഉറപ്പുവരുത്തുക. ആ ആളുകൾക്ക് മാത്രമേ ഇനി ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനുള്ള റിസർവേഷൻ കോച്ചുകളിൽ യാത്ര ചെയ്യുന്നതിനുള്ള അനുവാദമുള്ളൂ. ഈ കാര്യം ഷെയർ ചെയ്യുന്നതിനാണ് ഇന്ന് വന്ന്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.